നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ശ്രീലക്ഷ്മി, ജൂനിയർ കൺസൾട്ടൻറ്റ് സൈക്യാട്രി, SUT ഹോസ്പിറ്റൽ, പട്ടം, തിരുവനന്തപുരം. എല്ലാവർക്കും പറയുന്ന പോലെ ഇന്നത്തെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു വിഷയമാണ് വിഷാദരോഗം, അതിനോടനുബന്ധിച്ച് വരുന്ന ആത്മഹത്യകൾ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ നിലവിൽ പ്രചാരത്തിലുള്ള വാർത്തകളിലെല്ലാം അറിയാം നമുക്ക് വിഷാദരോഗത്തിൻ്റെയും ആത്മഹത്യാ പ്രവണതകളുടെയും ആത്മഹത്യാ ചിന്തകളുടെയും എല്ലാം പ്രാധാന്യം. അപ്പോൾ ഈ വിഷാദരോഗം എന്തുകൊണ്ട് വരുന്നു, ആർക്കൊക്കെ വരുന്നു എന്നൊക്കെ ഉള്ളൊരു ഒരു വേഗമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇന്നും നമ്മുടെ നിലവിലുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇത് ആർക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യന്മാർക്ക്, അതായത് തലച്ചോറുള്ള ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അതൊരു സൈക്കാട്രിക് ഡിസോർഡറാണ് ഡിപ്രസീവ് ഡിസോർഡർ. ഡിപ്രസീവ് ഡിസോർഡർ കോമൺ ആയിട്ടുള്ളൊരു മൂഡ് ഡിസോർഡറിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഇനി അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ എവിഡൻസ് ബേസ്ഡ് മെഡിസിനാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും പ്രൂഫും തെളിവുകളും ഒക്കെ ഉണ്ട്. അല്ലാതെ പണ്ടത്തെ രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് പ്രകാരം നമ്മുടെ മുമ്പ് ചെയ്തിട്ടുള്ള പ്രവർത്തികളുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്, അങ്ങനെയുള്ള കോൺസെപ്റ്റൊന്നും അല്ല ഇപ്പം നിലവിലുള്ള. ഇപ്പം നമുക്ക് എല്ലാത്തിനും, അതായത് നമ്മുടെ തലച്ചോറിൻ്റെ രാസപ്രവർത്തനങ്ങളുടെ വ്യത്യാസം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന ഒരു ഓർഗനാണ് നമ്മുടെ എല്ലാം ബ്രെയിൻ. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള മൂഡ് ഡിസോർഡേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ സുപ്രധാനമായിട്ടുള്ള പ്രശ്നം ഉറക്കക്കുറവായിരിക്കാം. അതായത് മേ ബി നമുക്ക് ഒരു ഉറക്കക്കുറവായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിൽ തന്നെ. അപ്പോൾ ഈ ഉറക്കക്കുറവ് എന്തുകൊണ്ട് വരാം എന്ന് ചോദിച്ചാൽ, അതിനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണമെന്നില്ല. അതായത് ഒരു മൂഡ് ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് ഡിസോർഡർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു ട്രിഗറിങ് ഫാക്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കൊണ്ടാണോ ഇതുണ്ടായത് എന്ന് ചോദിച്ചാൽ അങ്ങനെയും വരണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മനസ്സിലായി? അപ്പം ട്രിഗറിങ് ഫാക്ടേഴ്സ് ഓടുകൂടിയോ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഇല്ലാതെയോ നമുക്ക് ഇതുപോലെയുള്ള വിഷാദരോഗ ലക്ഷണങ്ങൾ മനുഷ്യന് പ്രകടിപ്പിക്കാം. അപ്പോൾ എന്തായിരിക്കാം ഒരു സുപ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസത്തിൻ്റെ ഒരു 3/4 പങ്ക് എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന് ഒരു മൂഡ് ഓഫ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണങ്ങൾ, ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി ഇല്ലാത്തൊരവസ്ഥ, ഒരു ഊർജ്ജമില്ലാത്തൊരവസ്ഥ, എപ്പോഴും ഒരു ക്ഷീണം, മന്ദത, ശ്രദ്ധിക്കാനുള്ള അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഓർമ്മക്കുറവ്, എപ്പോഴും ഒരു ക്ഷീണം, അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളായിരിക്കാം ഏറ്റവും കോർ ഫീച്ചേഴ്സായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക ഡിപ്രസീവ് സിംറ്റത്തിൽ. ഇനി അതുപോലെ ഇപ്പോൾ വിശപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, വിശപ്പില്ലായ്മയായിരിക്കും ചിലർക്ക്. അതുപോലെ തന്നെ ഈ വിശപ്പില്ലായ്മയും ഭക്ഷണം കഴിപ്പ് കുറവൊക്കെ ആയത് കാരണം പെട്ടെന്നുള്ള ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവാം. ചില മനുഷ്യർക്ക് ഇത് നേരെ തിരിച്ചായിരിക്കാം, അതായത് അമിതമായിട്ടുള്ള വിശപ്പും വെയിറ്റ് ഗെയിനുമായിട്ട് വരാം, ഭാരം കൂടുതലായിട്ടും വരാം. അപ്പോൾ അങ്ങനെയും വരാം. പിന്നെ പോകെ ഇതിന് യഥാസമയത്ത് ഇതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാതെ നമ്മൾ ചികിത്സയൊന്നും നേടാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ പതിയെ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് അധികമായിട്ട് വരികയും മരണകാരണമായിട്ടുള്ള ചിന്തകൾ, മരണത്തിനെ പറ്റിയുള്ള തോട്ട്സുകൾ മുന്നോട്ട് വരികയും പതിയെ അത് ആത്മഹത്യ എന്നുള്ള വിപത്തിലോട്ട് പതിയെ നയിക്കാനും സാധ്യതയുള്ളത്. അപ്പം എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഇത്തരം ലക്ഷണങ്ങൾ നേരത്തെ മനസ്സിലാക്കാനും ഇത്തരം നമ്മുടെ വീഡിയോസ് നമുക്ക് സഹായകമാകും. ഇപ്പോൾ ലക്ഷണങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് സമയത്തിന് ചികിത്സ നേടുക എന്നുള്ളതൊരു സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അതുപോലെ ഈ ഡിപ്രസീവ് ഡിസോർഡേഴ്സ് കുട്ടികൾക്ക് മേ ബി ഈ പറയുന്ന കണക്കുള്ള ലക്ഷണങ്ങളൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അവർക്ക് കാരണങ്ങൾ, അവരുടെ ഒരു മൂഡ് സിംറ്റംസോ ചേഞ്ചസ് ഒന്നും അവർക്കും പോലും മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇവർ പ്രകടിപ്പിക്കുന്നത് അമിതമായിട്ടുള്ള ദേഷ്യം, ഇറിറ്റേഷൻ, വാശി, ബഹളം, അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയും വരാം. ഇനി അതുപോലെ ഒരു സ്പെഷ്യൽ പോപ്പുലേഷനാണ് നമ്മുടെ പ്രഗ്നൻറ്റ് ലേഡീസ്, ഗർഭിണികൾ, സ്ത്രീകളൊക്കെ. സ്ത്രീകളുടെ ഒരു വിഷാദ രോഗം ഒരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ അവർക്ക് അവർ കടന്നു പോകുന്നതായിട്ടുള്ള കുറേ ജീവിത സാഹചര്യങ്ങളുണ്ട്. അതായത് മൈൽ സ്റ്റോൺസ് ഉണ്ട്. അവരുടെ ആർത്തവം, പിന്നെ നമ്മുടെ പ്രഗ്നൻസി, ഗർഭധാരണം, ഡെലിവറി സമയം, അതുപോലെ തന്നെ മെനോപോസ്, ആർത്തവ വിരാമം, ഇതെല്ലാം ഓരോരോ മൈൽ സ്റ്റോൺസ് ആണ്. അപ്പോൾ ഈ ഘട്ടങ്ങളിലും ഇവർക്കൊക്കെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സുപ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉറക്കത്തിനുള്ള പ്രശ്നം, ഉറക്കക്കുറവായിട്ടായിരിക്കാം മുന്നേ വരുന്നത്. പതിയെ നേരത്തെ പറഞ്ഞതുപോലെ കോർ ഫീച്ചേഴ്സ്, ഡിപ്രഷൻ്റെ കോർ ഫീച്ചേഴ്സായിട്ടുള്ള മൂഡ് ഓഫും ലോ മൂഡും, പ്രീവിയസ്ലി നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങൾക്കും നമുക്കിപ്പോൾ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, ആ ഒരു ലക്ഷണവും, പിന്നെ എപ്പോഴും ഒരു ക്ഷീണവും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം
ഡെവലപ്പ് ചെയ്ത് വരാം മുന്നോട്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടവും ശ്രദ്ധിക്കണം. അതുപോലെ സ്ത്രീകൾക്ക് പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിയ, അതായത് പീരിയഡ്സിന് തൊട്ട് മുന്നായിട്ടുള്ള കാലഘട്ടങ്ങളിൽ അമിതമായിട്ട് ദേഷ്യം വരിക, അകാരണമായിട്ട് സങ്കടം വരിക, പെട്ടെന്ന് ഉറക്കക്കുറവ്, ബുദ്ധിമുട്ടുകൾ, ഇതുപോലെയുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു പീരീഡാണ് നമ്മൾ പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഡെലിവറിക്ക് ശേഷവും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്, ബ്ലൂസ്, ബേബി ബ്ലൂസ് എന്നൊക്കെ പറയുന്ന ഒരു ലക്ഷണങ്ങളുണ്ടാവാം. അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും ഈ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ഡെലിവറിക്ക് ശേഷം ഒരു 6 ആഴ്ചയ്ക്കുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന സിംറ്റം ആയിരിക്കും. അതായത് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കക്കുറവ്, കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനുള്ള താല്പര്യമില്ലായ്മ, ഒരു കുഞ്ഞ് ജനിച്ച ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നില്ല, ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട് പതിയെ ഡെവലപ്പ് ചെയ്യുന്നതും പതിയെ കുഞ്ഞിനെയും കൊന്ന് അമ്മയും ആത്മഹത്യ ചെയ്യുന്ന തരത്തിലുള്ള മാരകമായിട്ടുള്ള വിപത്തിലേക്ക് പതിയെ നയിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു മൂഡ് ഡിസോർഡറാണ് ഈ പോസ്റ്റ്പാർട്ടം പീരീഡിൽ ഡെവലപ്പ് ചെയ്യുന്ന പോസ്റ്റ്പാർട്ടം ഡിപ്രസീവ് എപ്പിസോഡ്സ്. അതുപോലെ തന്നെ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് വരാം. അതായത് അകാരണമായിട്ടുള്ള ഭയം, സംശയം, കുഞ്ഞ് എൻ്റെതല്ല എന്നുള്ള തോന്നൽ, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണ്ട, കുഞ്ഞിനെ കൊന്നു കളയണം, അങ്ങനെയൊക്കെ ഉള്ള മാരകമായിട്ടുള്ള തോട്ട്സും ഈ സൈക്കോസിസിൻ്റെ പീരീഡ്സിൽ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പീരീഡും എമർജൻസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ട, അതായത് ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയേണ്ടതും ഒരു വിദഗ്ധനായ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് എത്തിക്കേണ്ടതുമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡിസബിലിറ്റീസിലോട്ട് പോവാതിരിക്കാനാണ്. നേരത്തെ തിരിച്ചറിഞ്ഞ് നേരത്തെ ചികിത്സ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും പോലെ നമുക്ക് സമൂഹത്തിൽ എല്ലാ മനുഷ്യരും പ്രവർത്തിക്കുന്നത് കണക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ജനിതകപരമായിട്ട് പ്രീ ഡിസ്പോസ്ഡ് ഇൻഡിവിജ്വൽസ് എന്ന് പറയും, അതായത് ജനറ്റിക്കലി പ്രീ ഡിസ്പോസ്ഡ് ഇൻഡിവിജ്വൽ, അവർക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവാം. പ്രീവിയസ്ലി ആർക്കെങ്കിലും അവരുടെ ഒരു 2 ജനറേഷൻ മുമ്പോ 3ാമത്തെ ജനറേഷൻ മുമ്പോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാമിലി ഹിസ്റ്ററി കാണും സൈക്യാട്രിക് ഡിസോർഡേഴ്സ്. അങ്ങനെയുള്ളവർക്കും മൂഡ് ഡിസോർഡേഴ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്, റിസ്ക് കൂടുതലാണ്. അപ്പോൾ അത്തരം വ്യക്തികളും ഇതുപോലെ എന്തെങ്കിലും ഉറക്കക്കുറവോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തിരിച്ചറിയേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ജനറ്റിക്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വേറൊരു സുപ്രധാനമായിട്ടുള്ള റിസ്ക്കാണ് സബ്സ്റ്റൻസ് യൂസ് എന്ന് പറയുന്നത്, ലഹരി വസ്തുക്കളുടെ ഉപയോഗം. പലരും ഈ ഉറക്കക്കുറവും പ്രശ്നങ്ങളൊക്കെ കാരണം ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടാവും. പതിയെ അതൊരു നമ്മുടെ ലേമൻ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡിക്ഷനിലേക്ക് പതുക്കെ കടന്നു പോകുന്ന ഒരു വിപത്തും നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട്. അപ്പോൾ പലരും ഒന്ന് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ മൂഡൊന്ന് എലിവേറ്റ് ചെയ്യാൻ വേണ്ടി പതിയെ യൂസ് ചെയ്ത് തുടങ്ങുന്ന സാധനങ്ങൾ പതിയെ അഡിക്ഷനിലോട്ട് പോകുന്നു. അതും ഒരു മൂഡ് ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് ഡിസോർഡറിന് ആക്കം കൂട്ടുന്ന ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ അതുപോലെ തന്നെ പേഴ്സണാലിറ്റി വിഷയങ്ങളുണ്ടാകും. അതായത് പലർക്കും നമ്മുടെ ഒരു പൊതുവിൽ കാണപ്പെടുന്ന, അതായത് യുവജനങ്ങളുടെ ഇടയിൽ, ടീനേജേഴ്സിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ചില ചിന്താഗതികളുണ്ടാകും. അതായത് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ വിഷമങ്ങൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു ഫീൽ വരും. പിന്നെ എപ്പോഴും ഒരു ശൂന്യത, എന്ത് ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലല്ലോ, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു പ്രത്യേകതരം പേഴ്സണാലിറ്റീസ് ഉണ്ടാവാം. അപ്പോൾ അവർക്കും ഇത്തരത്തിലുള്ള ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ഡെവലപ്പ് ചെയ്യാനും ആത്മഹത്യാ ചിന്തകളിലേക്ക് പതിയെ എത്താനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ചുറ്റിനും അങ്ങനെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സഹായം വേണ്ടുന്ന രീതിയിലുള്ള വ്യക്തികളുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയുകയും അവരെ കേൾക്കേണ്ട സമയത്ത് അവരെ കേൾക്കുകയും വേണം. അതായത് അത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും അവർ തുറന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ വലിയൊരു കാര്യമാണ്. കാര്യം പലരും തുറന്ന് പറയാൻ ശ്രമിക്കാറില്ല, മടിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ തുറന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കേൾക്കുക, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, നമ്മളാൽ കഴിയുന്ന സഹായം, നമ്മുടെ ചുറ്റിനുള്ളവരെന്ന് പറയുന്നത് അവരെ സഹായിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടായിരിക്കണം. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമ്മളാൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അവരെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അവരെ അതിന് എൻകറേജ് ചെയ്യുക, അവരെ കൂടുതൽ സംസാരിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരോട് കൈൻഡായിട്ട് അവരുടെ ദയയായിട്ട് പെരുമാറാനും ശ്രമിക്കുക. അപ്പോൾ ഇത്തരം വിഷാദ രോഗ ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ തിരിച്ചറിയാമെന്നാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയുക, നമ്മുടെ കൂടെയുള്ളവരെ ലക്ഷണങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിൽ അവർ കേൾക്കുക, അവരെ സഹായിക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം. നമുക്ക് അവരൊരു ബുദ്ധിമുട്ട് പറയുമ്പോൾ നമുക്കറിയില്ല അവരെന്താണ് പാസ് ചെയ്തു പോകുന്ന കാര്യങ്ങളെന്ന്. അപ്പോൾ അവരോട് കൂടെ ചേർന്ന് നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളാൽ കഴിയുന്ന രീതിയിൽ
ശ്രമിക്കുക. അവരൊരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവരിക, ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് സേവനം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അവരെ സഹായിക്കാൻ നോക്കുക.